നമസ്തേ. ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഹിന്ദി പ്രചാര സഭ നടത്തുന്ന CBSE ICSE സുഗമ ക്ലാസ് 8 എക്സാം ഗൈഡ് 2025 ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അടുത്ത മാസമാണ് എക്സാം വരുന്നത്. എക്സാമിന് മുമ്പ് ടെസ്റ്റ് കിട്ടാത്ത കുട്ടികൾ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കുക. അപ്പോൾ മൊത്തം 16 പേജാണ് ഉള്ളത്. ഇതേ രീതിയിലായിരിക്കും നിങ്ങൾക്ക് എക്സാം വരുന്നത്. ഓരോ റോമൻ ലെറ്ററിൽ നിന്നും 4 ക്വസ്റ്റ്യൻ വീതമാണ് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് പഠിച്ചു പോവുക. ഓരോ ക്ലാസ്സിൻ്റെയും 4 പാർട്ട് വീഡിയോ ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ന് ആദ്യം പരിചയപ്പെടുത്തുന്നത് ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. ആദ്യത്തെ 2, 3, 4, 5 പേജായിരിക്കും ഫസ്റ്റ് വീഡിയോയിൽ വരുന്നത്. സെക്കൻഡ് വീഡിയോയിൽ 6, 7, 8, 9 ആയിരിക്കും. തേർഡ് വീഡിയോയിൽ 10 മുതൽ 13 വരെയും ഫോർത്ത് വീഡിയോയിൽ 14 മുതൽ 16 വരെ, അങ്ങനെ 4 വീഡിയോ ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഓരോ വീഡിയോയിലും പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഇപ്പോൾ 2 ഗുണങ്ങളാണ് നിങ്ങൾക്കുള്ളത്. സുഗമ ഹിന്ദി 8ാം ക്ലാസ് പാസ്സായാൽ നിങ്ങൾക്ക് നേരിട്ട് രാഷ്ട്രം എഴുതാൻ പറ്റും. തുടർന്നുള്ള കോഴ്സുകൾക്ക് പങ്കെടുക്കാം. രാഷ്ട്രം എഴുതി പ്രവേശഭൂഷണം, സാഹിത്യചര്യം അങ്ങനെ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് പോകാം. +2 വരെ സുഗമ എഴുതുന്ന കുട്ടികൾക്ക് നേരിട്ട് ഭൂഷണം എഴുതാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇതാണ് ഈ കോഴ്സ് പഠിക്കുമ്പോഴുള്ള ഗുണം. അപ്പോൾ ആദ്യത്തേത് പര്യായവാചി ശബ്ദമാണ്. ഇവിടെ ഒരു 20 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 പര്യായവാചിയായിരിക്കും ചോദിക്കുന്നത്. ഒന്നാമത്തത് ഉപാധി, ഖിതാബ്, സമ്മാൻ. സൂരജ്, സൂര്യ, അർക്ക്. ഘമാസാൻ, ഘോർ, ഭയാനക്. മിത്ര, ദോസ്ത്, സഖ. സാമ്പ്, പണി, നാഗ്. ആനന്ദ്, ആമോദ്, ഹർഷ്. 7ാമത്തത് ആസ്മാൻ, ആകാശ്, അംബർ. അങ്ക്, അവയവ്, തനു. അവഗുണ്, കമി, ബുരായി. നാരി, മഹിള, സ്ത്രീ. പൗര, പ്രമർ, മധുബ്. ദിൻ, ദിവസ്, വാർ. ബാദൽ, മേഘ്, ജലദ്. ഈശ്വർ, ഭഗവാൻ, ഈശ്. രാഗ്, രാസ്ത, പദ്. കപ്പട, വസ്ത്ര, വസൻ. ഫൂൽ, സുമൻ, പുഷ്പ്. താല, സരോവർ, താല്. വർഷ, ബാരിഷ്, ബർസാത്ത്. വേദന, ധൻഖ്യവാസ്, ധനക്, ബാഹ്, പഗാർ. അടുത്ത് മൂല शब्द प्रत्यय अलग अलग करके लिखिए. शब्द मूल शब्द प्लस प्रत्यय. धनवान, धन प्लस वान, धनवान. जवानी, जवान प्लस ई, जवानी. बचपन, बच्चा प्लस पन. कर्मठता, कर्मठ प्लस ता. देवता, देव प्लस ता. शानदार, शान प्लस दा. वैज्ञानिक, विज्ञान प्लस इक. प्रभावित, प्रवाह प्लस इद. ധാർമ്മിക, ധർമ്മ പ്ലസ് ഇക്ക്. ലഡായി, ലഡ് പ്ലസ് ആയി. ഒരു സൈഡാണ് വായിക്കുന്നത്. 13ാമത്താണ്. അടുത്ത 14 അല്ല, ഈ സൈഡ് വായിച്ചിട്ട് അപ്പുറത്തേക്കും. സജാവട്ട്, സജ് പ്ലസ് ആവട്ട്. രഖ്വാല, രഖ് പ്ലസ് വാല. ഗാന, ഗാ പ്ലസ് ആന. ഛാഡു, ഛാഡ് പ്ലസ് ഊ. രംഗീൻ, രംഗു പ്ലസ് ഈന്. സുനാർ, സുൻ പ്ലസ് ആറ്. നേത്രദാൻ, നേത്ര പ്ലസ് ദാൻ. അടുത്ത സൈഡാണ്. സെക്കൻഡ് ജവാനി, ജവാൻ പ്ലസ് ഇ. കർമ്മഠത, കർമ്മഠ് പ്ലസ് ദ. ഷാൻദാർ, ഷാൻ പ്ലസ് ദാർ. പ്രഭാവിത്, പ്രവാഹ് പ്ലസ് ഇത്. ദഖാവട്ട്, തക് പ്ലസ് ആവട്ട്. ഹസി, ഹസ് പ്ലസ് ഇ. പട്ടാക്കു, പട്ട് പ്ലസ് ആക്കു. പാലൻ ഹാർ, പാലൻ പ്ലസ് ഹാർ. ഛട്ടായി, ചട്ട് പ്ലസ് ആയി. ലിഖാവട്ട്, ലിഖ് പ്ലസ് ആവട്ട്. അക്കൽമന്ത്, അക്കൽ പ്ലസ് മന്ത്. മാസിക്, മാസ് പ്ലസ് ഇഗ്. ഓക്കെ. അപ്പോൾ ഓരോ 20 ഇത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തേൽ 20, അടുത്തത് 24. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ പഠിച്ചതിന് ശേഷം രണ്ടാമത്തെ സെക്ഷൻ പഠിച്ചു പോകും കേട്ടോ. അടുത്ത 3ാമത്തതാണ്. തേർഡ് ലെറ്റർ തേർഡ്. ഉപസർഗ ഓർ മൂല ശബ്ദ അലഗ് അലഗ് കർക്കെ ലിഖിയെ. ഉപസർഗ പ്ലസ് മൂല ശബ്ദ. വിദേശ് എന്ന് പറയുമ്പോൾ വി പ്ലസ് ദേശ്, വിദേശ്. ബേഖാബു, ബേ പ്ലസ് കാബു. ലാപത്ത, ലാ പ്ലസ് പത. ഹറേക്ക്, ഹർ പ്ലസ് സീക്ക്. ഫസ്റ്റ് സൈഡാണ് വായിക്കുന്നത്. അനുഷാൻ, അനുശാസൻ. അനു പ്ലസ് ശാസൻ. ഇടയ്ക്ക് 2 വിട്ടുപോയി. ഹരേക്ക്, ഹർ പ്ലസ് ഏക്ക്. സുഗന്ധ്, സു പ്ലസ് ഗന്ധ്. ഹം സഫർ, ഹം പ്ലസ് സഫർ.
അനുശാസൻ അനു പ്ലസ് ശാസൻ 15. ഉപകാർ ഉപു പ്ലസ് കാർ. സുപുത്ര സു പ്ലസ് പുത്ര. അഭിമാൻ അഭി പ്ലസ് മാന്. ഫർപേട്ട് ഫർ പ്ലസ് പേട്ട്. പ്രവാസ് പ്ര പ്ലസ് വാസ്. ദുർഗതി ദുർ പ്ലസ് ഗതി. അടുത്ത് ഉപമാൻ ഉപു പ്ലസ് നാം ഉപനാം. ബദ്നാം ബദ് പ്ലസ് നാം. നാകുഷ് നാ പ്ലസ് കുഷ്. അധ്യാപക അത് പ്ലസ് പക. കുകർമ്മ കു പ്ലസ് കർമ്മ. അപമാൻ അബ് പ്ലസ് മാന്. അധികാർ അധി പ്ലസ് കാർ. അധർമ്മ ആ പ്ലസ് ധർമ്മ. വിശുദ്ധ വി പ്ലസ് ശുദ്ധ. അവശേഷ് അവ പ്ലസ് ശേഷ്. സുരക്ഷ സു പ്ലസ് രക്ഷ. നിർബൽ നിർ പ്ലസ് ബല്. അടുത്ത് വരുന്നത് ബഹുവചനമാണ്. പേജ് തൊട്ടൊക്കെ മാറിപ്പോയി. ബഹുവചനം ശാല ശാലായെ. കഥ കഥായെ. അല്ല ഒരു സൈഡ് വായിക്കാൻ മതി. ശാല ശാലായെ. ഹാത്തി ഹാത്തിയന്. ലടുക്ക ലടുക്കെ. രാത്ത് രാത്തെ. കന്യ കന്യായെ. കുർത്ത കുർത്തെ. പർവ്വത് പർവ്വത്. റോട്ടി റോട്ടിയ. ബാത്ത് ബാത്തെ. കമര കമരെ. ആങ്ക് ആങ്കെ. മിത്ര മിത്ര. ഗാഡി ഗാഡിയ. കക്ഷ കക്ഷായെ. അധ്യാപക അധ്യാപകണ്. കഥ കഥായെ. പർവ്വത് പർവ്വതന്. പൈസ പൈസെ. കൗവ കൗവെ. സടക്ക് സടക്കെ. ഭാഷ ഭാഷായെ. ബഹൻ ബഹനെ. തോത്ത തോത്തെ. സഹേലി സഹേലിയ. ഇപ്പോൾ സഹേലിയ എന്നൊക്കെ നമ്മൾ വള്ളി എഴുതാണ്, അത് ശ്രദ്ധിച്ചോണം. ലടുക്കി ലടുക്കിയ. വസ്തു വസ്തുവെ. മിഠായി മിഠായിയ. ഖംഫ ഖംഫെ. കുർസി കുർസിയ. അണ്ട അണ്ടെ. അടുത്ത ഫോർത്ത് ഒന്നാണ്, അല്ല ഫോർത്ത് പേജിൽ 5th റോ മീറ്റർ. അനിവാര്യ സമാനത്വ ശബ്ദമാണ്. അനിവാര്യ സരൂരി അനിവാര്യ സരൂരി. ഘൃണ നഫ്രത്ത്. തക്ലീഫ് മുഷ്കിൽ. പഹാഡ് പർവ്വത്. പര്യടൻ യാത്ര. ചടായി ആക്രമണം. ഹോൻഹാർ ചതുർ. ബയാൻ വർണ്ണൻ. പ്രയത്ന പ്രയാസ്. ചുനോത്തി ലലക്കാർ. അടുത്ത് ഖിലാഫ്. ഇപ്പോൾ വായിക്കുമ്പോൾ നിങ്ങൾ നോട്ട് നോക്കി അങ്ങ് വായിക്കുക കേട്ടോ. ഖിലാഫ് വിരുദ്ധ. താദത് സംഖ്യ. ചുസ്ത് ഉത്സാഹ്. ഖാസ് വിശേഷ്. അപരാധി ദോഷി. താലീം ശിക്ഷ. നിഗരാനി ജാഞ്ച്. തൃണ് തിൻക. രാസ്താപദ്. സഹജ് സ്വാഭാവിക്. അടുത്ത് മഹീനോं का नाम जोड़कर अक्षरों में लिखिए. ആദ്യം കൊടുത്തിരിക്കുന്ന ഡേറ്റ്, രണ്ടാമത്തെ മാസങ്ങളുടെ പേര്, പിന്നെ വർഷം. ഇപ്പം 3/2/1999. 3 ഫെബ്രുവരി 1999. ഇപ്പോൾ 19 തുടങ്ങുന്നതെല്ലാം 19 ചേർത്ത് പറയുക. 18 ആണെങ്കിൽ 18 ചേർത്ത് പറയുക. 2000 ആണെങ്കിൽ 2000 ചേർത്ത് പറയുക. ഇപ്പോൾ 13 जनवरी 1999. 18 मार्च 2023. 24 अप्रैल 1995. 24 जुलाई 2018. 12 मई 1875. 16 सितंबर 1980. 18 दिसंबर 1990. 20 नवंबर 1850. 10 जून 2015. അടുത്ത് വരുന്ന 6ാമത്തെ മുഹാവരയാണ്. घाट बांधना च याद रखना. आंखों का तारा बहुत प्यारा. अंधे की लाठी एकमात्र सहारा. आंखों में धूल झोंकना धोखा देना. नींव डालना आरंभ करना. सिर पर आना बहुत समीप आ जाना. ठंग रख जाना चगद हो जाना. लोहे का छनी चबाना कठिन काम करना. അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്ര എല്ലാവർക്കും മനസ്സിലായിക്കണമെന്ന് കരുതുന്നു. അപ്പോൾ ആദ്യം കൊടുത്തിരുന്ന പര്യായ പദമാണ്. ഓരോ വാക്കിൻ്റെയും 2 പര്യായ പദം. പിന്നെ വരുന്നത് മൂലശബ്ദം എഴുതാനാണ്. അപ്പോൾ 2 വാക്കാണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അടുത്ത ഉപസർഗമാണ്. ഉപസർഗം മൂലശബ്ദം എഴുതാനുള്ളത്. പിന്നെ വരുന്നത് ബഹുവചൻ. പിന്നെ വരുന്നത് സമാനാർത്ഥി ശബ്ദം, മഹീനോं का नाम, മുഹാവരോं का अर्थ. അപ്പോൾ ബാക്കി അടുത്ത സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് നൽകുന്നതാണ്. അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിക്കുക. നോട്ടിൽ എഴുതിയിട്ട്
അത് നിങ്ങളൊരു 3 സെക്ഷനായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി തയ്യാറാക്കി ചെയ്യുക. അതായത് ആദ്യത്തെ 4 വീതം ഓരോ സെക്ഷനിൽ വരുന്ന 4 ക്വസ്റ്റ്യൻ വെച്ച് നിങ്ങൾ കാണാൻ എഴുതി വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഇപ്പം പര്യായവാചി ആദ്യത്തെ 10 പഠിച്ചിട്ട് അത് എഴുതുക. അടുത്ത് വീണ്ടും മൂലശബ്ദം 10 പഠിച്ചിട്ട് എഴുതുക. അങ്ങനെ എഴുതിയാലും മതി. പഠിക്കുമ്പോൾ ചിട്ടയ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.